വെൽക്കം ടു ട്രാവൻകൂർ പിസ്റ്റൻസ് എവരിവൺ. ട്രാവൻകൂർ പിസ്റ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലത്തിന് ശേഷം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതൊന്നുമില്ല, കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട്, അതായത് എൻ്റേതായ രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ്. അതായത് ലെമൺ ബോയിൽഡ് ചിക്കൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ട് പാത്രത്തിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മറ്റേ സാധാരണ ഇടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, പെപ്പർ, പിന്നെ കുരുമുളക് പൊടി, അതെ കുരുമുളക്, പെപ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് ആ മസാല പാത്രത്തിലുള്ള മസാലയും അതേപോലെ തന്നെ ഓവർ മസാല ഒന്നുമല്ല, നമ്മുടെ ജീരകം അങ്ങനത്തെ കാര്യങ്ങൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നൈസായിട്ട് എൻ്റേതായ രീതിയിൽ ഞാനങ്ങ് സെറ്റാക്കി. ഓക്കെ, സെറ്റാക്കിയിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കാം. കുറേ നേരം അടച്ച് വെച്ച് അതിങ്ങനെ ബോയിലാക്കി സെറ്റാവും. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആവശ്യത്തിന് ചിക്കൻ വാങ്ങിച്ചിട്ട് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിനുള്ളത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാം. അപ്പോൾ എനിക്കൊരു 2 ദിവസത്തേക്കുള്ള, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തേക്കുള്ള, അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ളത് മതി. ഇത്ര എനിക്ക് മതി 3 ദിവസത്തേക്ക്. ഒരു 100-150 ഗ്രാം വെച്ച് ഒരു ദിവസം കിട്ടിയാൽ സന്തോഷം. ഇതൊന്നും ഒന്നുമില്ല, വല്ലപ്പോഴേക്കേ ഉള്ളൂ. ഉള്ളപ്പം നമ്മൾ അങ്ങ് സെറ്റാക്കുക. ഇപ്പോൾ ദിസ് ഈസ് ദി വേ ഐ കുക്ക്. ഓക്കെ, അപ്പം അങ്ങ് ഇങ്ങനെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് വിട്ട്, മനസ്സിലായില്ലേ? ഇത് ഈ പാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പ്രായമൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു 23 വയസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിനി അധികം ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നൈസായിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. എന്താ അല്ലേ? അടച്ചു വെച്ചിട്ട് അതിൻ്റെ വഴി അങ്ങ് നോക്കിക്കോളും. ഇത് എൻ്റേതായ ഒരു രീതിയിലെ കുക്കിങ്ങാണ്. ഇതിനെക്കാട്ടിലും മെച്ചമായിട്ടുള്ള രീതിയിലും, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി വേറെ വൈബുള്ള രീതിയിലും ആൾക്കാർ കുക്ക് ചെയ്യും. മനസ്സിലായി? അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ വൈബാണ്. എത്രത്തോളം എളുപ്പം, എത്രത്തോളം പെട്ടെന്ന് നൈസായിട്ട് ചെയ്ത്, മനസ്സിലായില്ല? അത് നാരങ്ങയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെമൺ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്തിട്ട് ഞാൻ നൈസായിട്ട് ഇതൊരു ബോയിലിങ്ങിൻ്റെ ഒരു 60% ആകുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തിടും. ചുമ്മാ റാൻഡമായിട്ടങ്ങ് തട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് ആ ഒരു ലെമണിൻ്റെ ആ ഒരു എസൻസ് എനിക്ക് വേണം, മനസ്സിലായില്ല? എങ്കിൽ ഒരു വൈബുള്ളൂ. എന്നിട്ട് ഈ മുകളിൽ കിടക്കുന്ന പീസിനെയൊക്കെ എടുത്ത് ഞാൻ ഒന്ന് തിരിച്ചു, മനസ്സിലായി? തിരിച്ചൊക്കെ ഇട്ട് ഒന്ന്, മനസ്സിലായില്ല? പക്ക അങ്ങ് ഞാൻ ഡ്രൈ ആക്കത്തില്ല. കാരണം ഈ എണ്ണയൊക്കെ ഒഴിച്ച് ഡ്രൈ ആക്കി അങ്ങനെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ലെന്നല്ല, അതൊക്കെ വല്ലപ്പോഴും വേണം. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ ആരും ഇത് എല്ലാവർക്കും ഒന്നും എപ്പോഴും ഒന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മളാരും വല്ലപ്പോഴുമൊക്കെ ഓക്കെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിച്ചില്ലെങ്കിലേ. പിന്നെ എയർ ഫ്രയർ ഇപ്പം ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അത് വേറൊരു വൈബാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഏകദേശം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വറ്റിച്ച് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചില്ല. പിന്നെ ആവശ്യത്തിന് ഒരു 100-150 ഗ്രാം കണക്കിന് ഞാൻ കുറച്ച് എടുത്തിട്ട്, പിന്നെ വീട്ടിൽ ആൾറെഡി അമ്മ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് അവിയലും പിന്നെ കുറച്ച് ഡാല് കറിയും മതി. എൻ്റെ ഒരു ഡിന്നറോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലഞ്ചോ ആയി. ഇതിപ്പോൾ ഒരു ലഞ്ചിൻ്റെ സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. വളരെ മിനിമലിസ്റ്റിക്കായിട്ട് ഉള്ളൊരു സിമ്പിൾ ലഞ്ച്. ഇത് ലഞ്ചായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ, മനസ്സിലായില്ല? നമ്മുടേതായ ഒരു ഷെയറിങ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ പാത്രം. ഇതാണ് എൻ്റെ ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാത്രം. ഒട്ടുമിക്ക വീഡിയോയിൽ നിങ്ങൾ ഈ പാത്രം മിക്കവാറും കാണാൻ സാധ്യത ഉള്ളതാണ്. ഒരു പോർഷൻ ചിക്കൻ, ഒരു പോർഷൻ അവിയൽ, പിന്നെ ഞാൻ പറഞ്ഞ ഇതാണ് നമ്മുടെ ദാൽ കറി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. യു ഗൈസ് റിലാക്സ് ആൻഡ് എൻജോയ്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.